ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഒരു മൂവി റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആൻഡ് സോറി, ഇൻ ബിറ്റ്വീൻ എനിക്ക് പനിയാണ് ഒരു 3-4 ദിവസമായിട്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ട് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഐ എം സോറി. സോ യെസ്, നമ്മൾ ഒത്തിരി പേര് കുറേ ദിവസമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ് L2 എമ്പുരാൻ. ആൻഡ് സിനിമ അത് നമുക്ക് അത്രയും ഒരു ഹൈപ്പ്, സാധാരണ നമ്മുടെ ഒരു ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹൈപ്പ് വരുമ്പോൾ ആ സിനിമാസൊക്കെ ഫ്ലോപ്പ് ആവാനും വളരെയധികം ചാൻസും കൂടുതലാണ്. ആൻഡ് ഇൻ വൺ മോർ തിങ്, ദിസ് ഇസ് പ്യുവർലി മൈ റിവ്യൂ. അതായത് എനിക്ക് ആ സിനിമ എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പം മേ ബി നമുക്കിപ്പോൾ ഒരു സാധനം ഒരാൾക്ക് ഇഷ്ടപ്പെടാം, ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും കാണുമല്ലോ. പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാത്രേ ഉള്ളൂ. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു മുരളി ഗോപി. കാരണം അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, നമ്മൾ ഇപ്പോഴത്തെ കറണ്ട് പൊളിറ്റിക്സും ഇനി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇങ്ങനെയും വരാം എന്നുള്ള ഫ്യൂച്ചറും പാസ്റ്റ് പൊളിറ്റിക്സും, അതുപോലെ നമ്മുടെ 3 പൊളിറ്റിക്കൽ പാർട്ടീസിനെ പറ്റിയിട്ടും മീൻസ് അവർക്കിട്ട് കൊട്ടണ രീതിയിലും നല്ല നല്ല സീനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഐ റിയലി ലവ് ദാറ്റ് മേക്കിംഗ്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ ഫിലിമൊക്കെ മീൻസ് ഒരു മോളിവുഡ് ഫിലിമാണ് ഇത്രയും ഹൈപ്പുള്ളൊരു മീൻസ് അതിൻ്റെ കാസ്റ്റിങ് കാണുമ്പോൾ നമുക്കൊരു മലയാളം ഫിലിം കണ്ടതെന്ന് നമുക്കൊരു ഡൗട്ടാവും ഇപ്പം. സോ നമുക്കതിന് എല്ലാവരും അതിനകത്ത് ഇപ്പം മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും നമ്മൾ ഈ ഓരോ സീൻസ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ഗൂസ് ബംസ് വന്നു ചില സീൻസൊക്കെ കാണുമ്പോൾ. അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചൊരു ക്ലാസ് ആണ്, ആൻഡ് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ മറ്റേ ഫയർ സാധനങ്ങളും കൂടുതലും വരണത്. ആൻഡ് ദിസ് ഇസ് നോട്ട് എ സ്പോയിലർ. സ്റ്റാർട്ടിങ് മുതൽ ലാലേട്ടൻ്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. കുറേ നമ്മൾ മറ്റേ ലൂസിഫറിലും കണ്ടിട്ട് നമുക്ക് സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷേ ഈ ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ സീനുണ്ട്, എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ഇൻട്രോ സീൻ. കാരണം ഇത് ഒരു സാഗർ ഏലിയാസ് ജാക്കി ആ ഒരു മൂവിയിലൊക്കെയാണ് ഇങ്ങനത്തെ ഒരു ഇൻട്രോ തന്നെ കാണുന്നത്. എന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് ഒന്നുമല്ല, കറക്റ്റ് സാധനങ്ങളൊക്കെ വെച്ച് സീനായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഈ മഞ്ജു വാര്യറിൻ്റെ ഒരു സീനുണ്ട്. മഞ്ജു വാര്യർ എന്ന് പറയുമ്പോൾ ഇച്ചിരി സീനിലേ ഉള്ളൂ മഞ്ജു വാര്യർ, പക്ഷേ അത് അത്രയും നല്ല തീയാണ് ആ സീനൊക്കെ. എന്ന് വെച്ചാൽ ഒരു ലൂസിഫർ കാണുമ്പോൾ നമുക്കൊരു ബേസിക് പ്ലോട്ട് കിട്ടും ഈ ഒരു സ്റ്റോറി ലൈനെ പറ്റി. പക്ഷെ എമ്പുരാനാണ് നമുക്ക് ആ സ്റ്റോറി, നമുക്ക് എന്താണ് ആ കഥ എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ. ഇനിയിപ്പം L3 വരും, കാരണം അത് നമ്മുടെ മൂവിയുടെ ലാസ്റ്റ് തന്നെ പറയുന്നുണ്ട് L3 ഉണ്ടാവുമെന്ന്. അപ്പോൾ L3 ചാപ്റ്ററിൻ്റെ എൻഡിങ് പോലെ ആയിരിക്കും കാണിക്കണം. പക്ഷേ എമ്പുരാൻ ഈസ് ദ ബെസ്റ്റ്. ഇപ്പം എൻ്റെ അടുത്ത് ആരെങ്കിലും ലൂസിഫറാണ് എമ്പുരാനെന്ന് ചോദിച്ചാൽ ഐ വിൽ ഡെഫിനറ്റ്ലി സേ എമ്പുരാൻ. ബിക്കോസ് അത്ര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഹ്യൂമറും പൊളിറ്റിക്സ് അതുപോലെ തന്നെ ഫൈറ്റിംഗ് ഒക്കെ കറക്റ്റ് പ്ലേസ്മെൻറ്റ്. നമ്മൾ ഈ ലൂസിഫറിൽ നമ്മളെ കേരളത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫൈനലിലാണല്ലോ വേറൊരു കൺട്രിയിൽ വരുന്നത്. പക്ഷെ ഇത് പല കൺട്രീസിൽ പല വേഷത്തിൽ പല രീതിയിൽ വരും. ആൻഡ് പൃഥ്വിയുടെ ഒരു സ്റ്റോറി, അതായത് സെയ്ദ് മസ്ജൂദിൻ്റെ ഒരു കഥയും കൂടെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓൾ ഓവർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിൻ്റെ മേക്കിംഗ് ഒക്കെ. ഒരു ഫസ്റ്റ് നമ്മൾ ഇത് തിയേറ്ററിൽ പോയി കാണണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇറ്റ്സ് വർത്ത് ദ മണി. നമ്മുടെ ഒരു കംഫർട്ട് സ്പേസിൽ OTT റിലീസ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് നമ്മളൊക്കെ ഒരു കംഫർട്ട് സ്പേസിൽ ഇരുന്ന് കാണുന്നതിനേക്കാളും ഈ ഫിലിം ഫാൻസിൻ്റെ കൂടെ പോയിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹൈപ്പ് അത് വേറെ തന്നെ ആയിരിക്കും. സോ ഐ വിൽ ഡെഫിനറ്റ്ലി സേ ഇത് അവിടെ തന്നെ പോയി കാണണം. മീൻസ് അസാധ്യമായിട്ടുണ്ട് എത്തിച്ചേക്കുന്നത്. ആൻഡ് വി കൻ പ്രൗഡ്ലി സേ ഈ ഒരു സിനിമ മലയാളം ഇൻഡസ്ട്രിക്ക് ഉള്ളതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അത്ര വ്യൂസൊക്കെ വരുന്നുണ്ട്. അതായത് ഇത് അത്ര ഹൈപ്പില്ല, അല്ലെങ്കിൽ ഇത് മീൻസ് വേർത്തല്ല, എമ്പുരാൻ ഇസ് ഫ്ലോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി റിവ്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഞാൻ പറയണതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരുപാട് നല്ല റിവ്യൂസും വരുന്നുണ്ട്. സോ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം എനിക്കത് ഇഷ്ടമായല്ലോ,
ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഇരിക്കായിരുന്നു അല്ലേ. അപ്പം നമ്മളൊക്കെ പോയി കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മൂവി ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ ഫാൻ, ബേസിക്കലി ഐ എം നോട്ട് ലാലേട്ടൻ്റെ ഒരു ഡൈ ഹാർട്ട് ഫാൻ ഒന്നുമല്ല, പക്ഷെ സ്റ്റിൽ ഐ ലവ് ദ മൂവി ബിക്കോസ് നമുക്ക് അത്ര എഫേർട്ട് ആ ഒരു എമ്പുരാൻ ടീമിലുള്ള എല്ലാവരും ലിറ്ററലി എല്ലാവരും ഇട്ട എഫേർട്ട് അത്രയും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ആ എഫേർട്ടിന് നമ്മളൊരു ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. ബിക്കോസ് ഒരാളുടെ ഡ്രീം ആണ്, മീൻസ് ഒരാളുടെ ഡ്രീം ആയിരുന്നു ഇങ്ങനത്തെ ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്യണം, മലയാള ഇൻഡസ്ട്രിക്ക് ഇങ്ങനത്തെ ഒരു ഫിലിം കൊടുക്കണം എന്നൊക്കെ ഒരാളുടെ ഡ്രീം ആയിരുന്നു. ആ ഡ്രീമൊക്കെ ഇത്രയും സക്സീഡ് ആകുമ്പോൾ ഇത്രയും എനിക്കത് ഓക്കെ ആയിരുന്നു. പിന്നെ ഇതൊരു മസ്റ്റ് വാച്ച് ഫിലിം എന്ന് തന്നെ ഞാൻ പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എമ്പുരാൻ ഡയറക്റ്റ് പോയി കാണരുത്. ലൂസിഫറും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്തായാലും 5 വർഷം മുമ്പ് ഇറങ്ങിയ ഫിലിമാണല്ലോ. ലൂസിഫർ ഒന്ന് കണ്ടിട്ട് എമ്പുരാൻ പോയി കാണണം. കാരണം ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്കുള്ള എൻട്രിയാണ്. സോ കണ്ടവരാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞേക്കും, കാണാത്തവരാണെങ്കിൽ പോയി കണ്ടിട്ട് റിവ്യൂസ് പറയുക. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു.